ഹലോ, ഗുഡ് മോർണിംഗ്. നോമാറ്റേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ സഹപാഠികളെ തേടിയെന്ന ഓൺലൈൻ അഭിമുഖ സംഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വാഴൂർ NSS കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ മിസ്റ്റർ ശ്രീകുമാറുമായി നടത്തിയ ഓൺലൈൻ അഭിമുഖ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം, വീഡിയോ നമ്പർ 6B. തൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളും വളരെ കൃത്യതയോടെ പങ്കുവയ്ക്കുന്നതിൻ്റെ രണ്ടാം ദൃശ്യസംഹിത ഇവിടെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വർഗീസ് ജോർജ്, ആക്ടിവിറ്റീസോ അങ്ങനൊന്നുമില്ല. റിട്ടയർമെന്റ് ശരി, അങ്ങനെ അല്ലെങ്കിൽ ഇരുന്ന് പോയി നമ്മൾ മറിഞ്ഞു പോകും. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ മറുപടിയാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം പരിപാടി. ചുമ്മാ ആരെങ്കിലും കാണുമോ കേൾക്കുമോ? വെറുതെ ഇരുന്നാലേ ഇവിടെ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടില്ല. വെറുതെ ഇരുന്ന ഞാൻ താമസിക്കുന്ന പറഞ്ഞാല് പുതുപ്പള്ളി മത്സരിച്ചില്ലേ? പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച പാർട്ടി അറിയോ? അറിയാം. നമ്മുടെ എന്താണ് അവിടെ പേരെന്തോ? നമ്മുടെ അയലോക്കാ മണ്ണർക്കാട്ടിൽ നിന്നാണല്ലോ. ജെയ്സ് തോമസ്. ജെയ്സി നിങ്ങളുടെ അടുത്താന്ന് തോന്നുന്നല്ലേ? മണ്ണർക്കാടല്ലേ? അയലോക്കാണോ? ഞാൻ പുള്ളിയുടെ തൊട്ട് പുഴത്തെ വീട്ടിലായിരുന്നു ആദ്യം വാടക താമസിച്ചത്. അതിന്റെ 2 വീടിപ്പുറം ഞാൻ സ്ഥലം മേടിച്ച്. അതിലൊക്കെ തന്നെയാണ് കാണാം. നമ്മുടെ വീടിന് മുന്നിൽ വീടിന് വീട് കാണാം. അത്രയും ദൂരമുള്ളൂ. ഇപ്പം പറഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞാല് മണ്ണർക്കാട് കവലയിൽ നിന്ന് കോട്ടയത്ത് പോകുമല്ലോ. അതെ, അറിയാം. മണ്ണർക്കാട് ബസ് സ്റ്റോപ്പ് അറിയാം. മണ്ണർക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കോട്ടയത്ത് പോകുമ്പോൾ പുതിയൊരു ബാർ ഹോട്ടൽ വന്നിട്ടുണ്ട് ഇടത്ത് സൈഡില്. ഇല്ല. അപ്പം കുറെ നാളായല്ലോ. കോവിഡിന് മുമ്പ് വന്നതാ, പിന്നെ വന്നിട്ടില്ല നാട്ടിൽ. അതായത് മണർകാട് കവലയ്ക്ക് ഇടയ്ക്കായിട്ടാ വരുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും എന്റെ വീട്. ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം എന്റെ കാര്യങ്ങൾ മുഴുവൻ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നില്ലെന്നുള്ളതാണ്. എല്ലാ വീഡിയോയിലും ആദ്യം ഇതുപോലെ അഭിമുഖം നടത്തിയിട്ടുണ്ടല്ലോ. രാജീവ്, അശോകൻ, അവരെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പീറ്റ് ആക്കി ഇത് വേറെ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഞാൻ പറയാം. ഞാൻ അവസാനം ഞാൻ പറയാം. എങ്ങനെ എവിടെയൊക്കെയാ നമ്മുടെ പറ്റ പറയാം. അത് അപ്പം അങ്ങനെയാണല്ലേ. ഇപ്പം വെറുതെ ഇരുന്നുണ്ടല്ലോ. വെറുതെ ഇരുന്ന ഷുഗറും പ്രഷറും ഒക്കെ കയറില്ലേ. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റീസൊക്കെ എൻഗേജ് ആയിരിക്കുന്ന നല്ലതാണ് അല്ലേ? പക്ഷെ പണ്ട് PDCയിൽ കയറുന്ന കാലത്ത് വളരെ തിന്നായിരുന്നു, ചെറിയ ഷോർട്ടായിരുന്നു ശ്രീകുമാർ. ഇപ്പം ഏശം അല്ലേ? അതെ. തകിട ഇപ്പം തകിട ബെൻകയാ. തകിട ബെൻകയാ. ശരി. അതാ വെറുതെ ഇരുന്നുള്ള പ്രശ്നം ഇതാണ്. ഷുഗർ കയറും, പ്രഷർ കയറും. ഇതൊക്കെ റിലീസാക്കാനേ 65-ലെത്തിയോ? ശരി, ഓക്കെ. അപ്പൊ അപ്പം വല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ഇപ്പം വയറൊക്കെ കുറയ്ക്കാനായിട്ട്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് രാവിലെ നടക്കാൻ പോകുമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് പോകുന്നിരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് പോകുന്നുണ്ട്. രാവിലെ 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഒരു മണർകാട് പള്ളി ഭാഗത്തോടുണ്ട്, പാലാ റോഡ് നടക്കും. ശരി, ഓക്കെ. 2-3 കിലോമീറ്റർ അതിലെ പോയിട്ട് അവിടെ വരെ തിരിഞ്ഞ് അവിടുന്ന് കുരിശിൻതൊടിയിൽ അവിടുന്ന് കുരിശുപട്ടിയുടെ അവിടെ തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരും രാവിലെ. അതുകൊണ്ട് അത്രേ ഉണ്ട്. ബാക്കി എന്ന് പറയാനൊന്നും ഇല്ല. നടക്കുന്നു. പിന്നെ ഞാൻ നടന്നേ പോവുള്ളൂ. കടയിലൊക്കെ പോവുകയാണെങ്കിലും
അങ്ങോട്ട് ചെന്ന് പോകണ കഴിവും നടന്നേ പോകത്തുള്ളൂ. വണ്ടി എടുക്കുമോ? അത് നല്ലതാ, അത് നല്ലതാ. അങ്ങനെയല്ല, അത് നല്ലതാ പരിപാടിയാ. ഞാൻ എല്ലാ കാര്യത്തിലും പണ്ടൊക്കെ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ എന്ത് കാര്യത്തിനും വണ്ടി എടുത്താ പോണ്ടി വരുന്നത്. അതാണ് ഒരു പാർട്ടി ഇവിടെ നാട്ടിലെല്ലാരും അത് തന്നെയാ. സ്കൂട്ടർ ഉണ്ടായാലും അതെടുത്ത് അങ്ങോട്ട് തൊട്ടടുത്ത് അതെടുത്തോളേ പോകും. ഞാൻ കഴിവത് ഒഴിവാക്കും. നടക്കാൻ സ്ഥലത്താണെങ്കിൽ നടന്നു പോകാൻ. പിന്നെന്താ മണർകാട്ടേക്ക് പോയത്? വാഴൂരൊക്കെ വിട്ടു മണർകാട്ടിലേക്ക് മാറിയതിന്റെ കാര്യം? മണർകാട്ടിലേക്ക് പോയതിന്റെ കാര്യം മോന്റെ സ്കൂൾ പണി പഠനമായിരുന്നു. പയ്യൻ കാര്യം അവൻ ഗിരിജീവിതത്തിലല്ലേ കിട്ടിയത്, വളവാതൂര് വളർത്തിപ്പടി. പോയി. അപ്പൊ അവന് ഭാഷ അറിയാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയ സ്കൂള് അവിടെയാണ്. ശരി, അങ്ങനെ. അപ്പൊ അതിനടുത്ത് താമസിക്കാന്ന് വെച്ചു. കാരണം ഇപ്പൊ മറ്റേ പോയി വരെ നടക്കുകയല്ലോ. നാളെ ഭാഷ വാങ്ങിക്കാൻ വണ്ടിയിൽ ബസ്സിലും മരം തുടങ്ങിയല്ല. അതിനടുത്ത് മണർകാടാകുമ്പോ അവരുടെ ബസ് വരും, അല്ലെങ്കിൽ ജീപ്പുണ്ട്. ഈ അവരുടെ ബസ് തന്നെ 5-10 ബസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ജീപ്പുകാര് പിള്ളേരെ ഇവിടുന്നുള്ള ചുറ്റും അയലത്ത് ഞങ്ങൾ താമസിക്കുന്ന ചുറ്റോട്ടത്തെല്ലാം ഗിരിജീവിതത്തിലാണ് മിക്കവാറും പോയിട്ട്. അപ്പൊ അങ്ങനെ പോവാം, ആ സൗകര്യം. പിന്നെ എനിക്ക് ഏറ്റുമാനൂരായിരുന്നു ജോലി, എനിക്ക് അവിടെ പോകാൻ സൗകര്യം. ഏറ്റുമാനെങ്കിൽ ഇവിടുന്ന് നേരെ തിരുവഞ്ചൂർ വഴിയുണ്ടല്ലോ, ആ വഴി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്, ഷോർട്ട് 10-15 കിലോമീറ്റർ ഏറ്റുമാനൂരാ. അങ്ങനെ അന്നേരം അവിടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടുന്ന് പോകുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിലൊക്കെ പോകാം, ഏറ്റുമാനൂർ പോവാം. അത് ആ സൗകര്യം ഉദ്ദേശിച്ചാണ് മണർകാട് താമസിച്ചത്. പിന്നെ ആ സ്ഥലം വാടകയ്ക്ക് ആവശ്യപ്പോ അതിന്റെ അടുത്തൊരു സ്ഥലം വന്നപ്പോ ഏകദേശം ഇവിടെ തന്നെ നോക്കിയേക്കാന്ന് വെച്ച് സ്ഥലം മേടിച്ചിട്ടു. 2010 സ്ഥലം മേടിച്ചിട്ടു. ഇപ്പം വീട്ടിൽ തനിച്ചാണോ അത് എങ്ങനെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം? തനിച്ചും? വീട്ടിലെ ഞാനും വൈഫും ആണ്. മകൻ തൃശ്ശൂരാണ്, അമ്മ ആഴ്ച വരും. അപ്പ് ആൻഡ് ഡൗൺ അതോ വീക്കിലി? അങ്ങനെ വീക്കിലി വരും. ഓക്കെ. അത് OP ഒക്കെ ഉണ്ട്, അതിന് ഡെയിലി വരെ നടക്കുകയില്ല. അവിടെ ഉച്ച കഴിഞ്ഞ OP ഒക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ആണ്ടൊക്കെ പോകുന്നുണ്ട്. IMA-ലൊക്കെ ഉള്ള കുറെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അതിന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച പാമ്പാടിയിൽ അവിടെ പോയി ICSE സ്കൂളും CBSE സ്കൂളും എല്ലാം നോക്കി. എല്ലാ സ്കൂളിലും അവിടെയൊക്കെ ഞാൻ പോത്തമ്പുറത്തും ഒക്കെ പോയി പാമ്പാടി. അത് കഴിഞ്ഞാണ് നമ്മുടെ ഗിരിദീപത്തി വന്നു, കളത്തിപ്പടി. അവിടെ വളവാതൊരു കളത്തിപ്പടിയല്ലോ ഗിരിദീപം. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഫാദർ വില്യം ആണ് അന്നത്തെ അവിടുത്തെ പുള്ളിയുടെ പ്രിൻസിപ്പൾ CBSE സ്കൂളിലെ. പുള്ളിയോട് കാര്യം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല പോരാ, ഞാൻ സ്പെഷ്യൽ മലയാളം കൊണ്ടുവരാം. മലയാളം പഠിക്കണം എന്നുള്ളത് 7ാം ക്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും 8ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഒരു വർഷം നിങ്ങൾ മലയാളം പഠിച്ചേ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിൽ പഠിച്ചാൽ മതി, സ്പെഷ്യൽ മലയാളം തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിഷൻ ശരിയായി. അവിടെ എന്തായാലും ആദ്യത്തെ 6 മാസം 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം, അടുത്ത 6 മാസം 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിച്ച് പരീക്ഷ എഴുതും. അങ്ങനെ അത് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പുള്ളി സ്പെഷ്യൽ ഇംഗ്ലീഷ്, അത് ഹിന്ദിയൊക്കെ അത് മതിയായിരുന്നു. അങ്ങനെ അത് സ്പെഷ്യൽ ഇംഗ്ലീഷൊക്കെ എടുത്ത് സബ്ജക്ട് ലാംഗ്വേജ് ഒന്നും അഡീഷൻ എടുക്കണമെന്നുള്ളായിരുന്നു. അങ്ങനെ എടുത്താണ്. അത് കഴിഞ്ഞ് പുള്ളി 9 അത് കഴിഞ്ഞപ്പോ മലയാളം തന്നെ പുള്ളി എടുക്കാന്ന് പറഞ്ഞു. 9ാം ക്ലാസ്സിൽ കയറിയപ്പോ മലയാളം പഠിക്കാന്ന് പറഞ്ഞു. മലയാളം തന്നെ പഠിച്ചു പുള്ളി. എന്നിട്ട് മലയാളം എഴുതി അവിടുന്ന് പാസ്സായി, മോശമില്ലാതെ പാസ്സായി. 98%, 99% ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ എൻട്രൻസ് എഴുതിയായിരുന്നു. വേറെ കോച്ചിങ്ങിന് പ്രത്യേകിച്ചായിട്ട് പോയില്ല. ഈ പരീക്ഷ എഴുതുന്ന +2 എഴുതുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളി എൻട്രൻസ് എഴുതി. വില്ലേജുകാര് അവിടെ വന്നൊരു കോച്ചിങ് ഉണ്ടായിരുന്നു ഈ സ്കൂളില്. വീക്കെൻഡ് ക്ലാസ് ഉണ്ടാവും. അന്ന് അവരെ സ്കൂളുകാരെ അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ ക്ലാസ് കഴിഞ്ഞൊന്നും പോയില്ല. അവൻ ആദ്യം പറഞ്ഞ് എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ എഴുതി വെക്കാൻ പറഞ്ഞ് എഴുതി. അപ്പൊ അതും എഴുതി. പിന്നെ മറ്റേ നാഷണൽ ലെവലിൽ എഴുതിയായിരുന്നു. അതിന് കിട്ടി. അത് പക്ഷെ ഇതിനകത്ത് കിട്ടിയോണ്ട് ഇതിൽ നമ്മളെ മെറിറ്റ് കിട്ടി, 500-നടുത്ത് കിട്ടി. അത് അവിടെ മെറിറ്റ് തന്നെ കിട്ടിയോണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ സെറ്റിലായി, ടോട്ടലി നാട്ടിൽ സെറ്റിലായി എന്നുള്ളതാണല്ലേ? അപ്പൊ ഇപ്പം ഇവിടെ അത് കഴിഞ്ഞാണ് അവന്റെ പാസ്സായി കഴിഞ്ഞാണ് പെരപണിയൊക്കെ തുടങ്ങിയത്. പെരപണി പതുക്കെ നീട്ടി. അതുകൊണ്ട് ഞാൻ വേറെ ജോലിക്കൊന്നും പിന്നെ നോക്കാൻ പോയില്ല. അങ്ങനെ ഒരുവിധം
കുറച്ച് പണികളൊക്കെ ഉണ്ട്, അകത്തെ ഇന്റീരിയർ പരിപാടികളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ബാക്കി വെളിയിലത്തെയൊക്കെ തീർത്തു. അപ്പം മകന്റെ കല്യാണം അടുത്ത കല്യാണം നടത്തണ്ടേ മകന്റെ? ആലോചിക്കാതെന്നിരിക്കുന്നു. ഇപ്പൊ ആലോചിക്കാൻ പോകുന്നേ ഉള്ളു. ഇപ്പൊ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വീടൊക്കെ പണിത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ വർഷം കാണും, ഒരു വർഷത്തിനകം. പിന്നെ ആലോചിക്കാൻ നോക്കുന്നേ ഉള്ളൂ. പിന്നെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ കാണാറുണ്ടോ വാഴൂർ കോളേജില്? കൂടെ പഠിച്ചത് വാഴൂർ കോളേജിലെ അവിടെയുള്ള സ്ഥിരം എന്ന് പറഞ്ഞാൽ പ്രസാദ്, ചന്ദ്രബോസ്, രാധാകൃഷ്ണൻ, രാജീവ്, ഇവരൊക്കെ ലൊക്കാലിറ്റി ഉള്ളവരായതുകൊണ്ട് രാജീവിനെ അധികം കാണത്തില്ലായിരുന്നു. രാജീവ് നാഗപ്പൂർ സെന്റിലായിരുന്നു. ഇപ്പൊ തിരിച്ചു മാറ്റി വന്നേ. എന്നാലും കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഞങ്ങളൊന്ന് കണ്ടു. ഞങ്ങളെല്ലാം കൂടെ കൊടുങ്ങൂർ വെച്ച് കൂടിയായിരുന്നു. അതിന്റെ ഫോട്ടോ എടുത്തിട്ടെന്നാ എനിക്ക് തോന്നിയത്. കൊടുങ്ങൂരല്ല, കഞ്ഞിക്കുഴിയല്ല. കഞ്ഞിക്കുഴി ഇപ്പോൾ താമസിക്കുന്നു. ഞങ്ങൾ കൊടുങ്ങൂർ വെച്ചത് കണ്ടായിരുന്നു. അതെ, അത് ശരി. ഞാനും പ്രസാദും ബോസും രാധാകൃഷ്ണനും രാജീവും അന്ന് ഞങ്ങൾ കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടായിരുന്നു അവിടെ. ശരിയാ, ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്ന. പ്രസാദ് ഫോട്ടോ ഇട്ട് കാണുമല്ലോ, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ കണ്ടായിരുന്നു. പത്തിനെയും ബോസിനെയൊക്കെ ഞങ്ങൾ സ്ഥിരം കാണാമായിരുന്നു. കാരണം അവര് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ നാട്ടിലുണ്ടല്ലോ. നമ്മുടെ ഇടയ്ക്ക് ഞാൻ മണക്കാട് താമസിക്കുന്നെങ്കിലും ഫാദർ അവിടെ ഉണ്ട് വീട്ടില്. അപ്പം ഇളയ അനിയന്റെ കൂടെയാ വാഴൂര്. അപ്പൊ കാണാനായിട്ട് വാഴൂര് വരുമായിരുന്നു. അപ്പൊ ഇവരെ ചിലപ്പോ കാണും അവിടെ വെച്ചൊക്കെ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെച്ച് അവരെ കാണാറുണ്ട്. വളരെ ചുരുക്കം പേരെ കാണാറുള്ളൂ, എല്ലാരെയും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് പിന്നെ വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ട് പോലും ഉള്ളൂ. അതെ, നിങ്ങൾ 2004 തിരിച്ചെത്തിയത്. 2004 എത്തിയെങ്കിൽ ആൾക്കാരെ കാണേണ്ടതാ. ഓക്കെ. അപ്പോഴേ പിന്നെ നമ്മുടെ ഒരു ചെറിയ വേറെ ഗ്രൂപ്പ് ഉണ്ട്, അറിയാം, രവിയൊക്കെ തുടങ്ങിയ സെക്കൻഡ് ഗ്രൂപ്പുകാരും ഞങ്ങളെല്ലാം കൂടെ കൂടിയേ. ഉണ്ടോ നിങ്ങളുണ്ടോ? അതെ, നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടോ നിങ്ങള്? ഉണ്ട്. ഞങ്ങൾ അതിന്റെ 3-4 മീറ്റിംഗ് പറഞ്ഞായിരുന്നു ആദ്യത്തെയൊക്കെ. അതിന്റെ ആദ്യത്തെയൊക്കെ കൂടിയായിരുന്നു. കെ സാറും അവര് ആരൊക്കെയാ ഒരു പത്മി ടീച്ചർ, ആശാരി സാറൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കൂടുതൽ സെക്കൻഡ് ഗ്രൂപ്പാ അവരാ ഓർഗനൈസ് ചെയ്ത്. രവിയൊക്കെ ആയിരുന്നല്ലോ, ആശാരി സാറിന്റെ അളിയനുണ്ടായിരുന്നു. ഞാന് ശ്രീകുമാറിനെ ക്ലാസ്സിലെ പണ്ട് വാഴൂർ കോളേജിൽ ശ്രീകുമാറിനെ ഓർക്കുന്നത്, ശ്രീകുമാർ ഫ്രണ്ട് ബെഞ്ചിലായിരിക്കുന്നത്. ശ്രീകുമാറിനെ ആര് വിളിച്ചാലും ഉടനെ ശ്രീകുമാർ ചിരിച്ചോണ്ട് നോക്കുന്നത്. എപ്പോഴും ചിരിയായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. ആരെ കണ്ടാലും എങ്ങനെ കണ്ടാലും ചിരി. ഇന്ന് ആ ചിരിയൊന്നും ഇല്ലല്ലോ. ഇന്ന് മുഖത്തൊക്കെ ഒരുമാതിരി ഗൗരവം പോലെ കാണുന്നത്. പിന്നെ ഒരു ഗ്രാജുവലായിട്ട് ചിരിയല്ലോ. അന്നേരം നമുക്ക് ചിരിയുണ്ട് എല്ലാവരും. കാരണം തന്നെയല്ല, നമുക്ക് തമാശ മാത്രം അവിടെ അന്നേരം. എപ്പോഴും നമ്മൾ ആരെങ്കിലും അവിടെ കാണില്ല, അത് തമാശ പറയുക. ആര് ശ്രീകുമാർ എന്ന് വിളിച്ചാൽ മതി, ഉടനെ തന്നെ ശ്രീകുമാർ ചിരിച്ചോണ്ട് നോക്കും. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ചിരി ഇന്നില്ല കേട്ടോ, ഇന്നില്ല ചിരി മറന്നു. ജീവിക്കാനുള്ള ജീവിതത്തിന്റെ തിരക്കില് ചിരിക്കാൻ മറക്കുമല്ലോ. അതെ അതിന്റെ എലിമെന്റ് പറഞ്ഞു കാണും. അപ്പൊ ഇപ്പം വീട്ടില്